സത്യസായി ബാബയെ ഞാൻ കാണുന്നത് 1990കളുടെ തുടക്കത്തിലാണ്. കൃത്യമായിട്ടുള്ള വർഷം ഞാൻ ഓർക്കുന്നില്ല. അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാശ്ചാത്യനായ ഹൊവാർഡ് മർഫറ്റ് എഴുതിയ സത്യസായി ബാബ ദ മാൻ ഓഫ് മിറക്കിൾസ് എന്ന പുസ്തകം. അതുപോലെ ആ പുസ്തകം ഈ ഹൊവാർഡ് മർഫറ്റ് ബാബയുടെ ഒരു വലിയ ഭക്തനായിരുന്നു. ഇനി ബാബയെക്കുറിച്ച് എതിർത്തുകൊണ്ട് എഴുതിയ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്തരം ലേഖനങ്ങളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് മലയാളനാട് വാരികയിൽ വന്ന ചില ലേഖനങ്ങളാണ്. അന്ന് മലയാളനാടെന്നുള്ള ഒരു വാരിക 1970കളിൽ കേരളത്തിൽ സർക്കുലേഷൻ ഉണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വാരികയാണ്. പിന്നീട് ആ വാരിക പൂട്ടിപ്പോയി. പ്രസിദ്ധീകരണം ഇപ്പോൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ആ പഴയ വാരികയുടെ കുറേ ബൈൻഡ് ചെയ്ത കോപ്പികൾ എനിക്ക് ഈ 80കളുടെ ഒടുവിൽ എനിക്ക് കിട്ടിയിരുന്നു. ആ കോപ്പികളിലൂടെയാണ് ബാബയ്ക്കെതിരെയുള്ള ഈ ലേഖനങ്ങൾ ഞാൻ വായിച്ചത്. VBK നായർ എന്ന അദ്ദേഹം അനുകൂലിച്ചായിരുന്നു എഴുതിയെന്ന് തോന്നുന്നു. പിന്നെ VK മാധവൻകുട്ടി, പിന്നീട് മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്നു VK മാധവൻകുട്ടി. ഇവരൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ ബാബയെക്കുറിച്ച് അനുകൂലിച്ചും എതിർത്തും ഈ മലയാള നാട്ടിൽ എഴുതിയിരുന്നു. അപ്പം ഹൊവാർഡ് മർഫറ്റ് ഒരു ഭാഗത്ത് കറകളഞ്ഞ ബാബ ഭക്തൻ, മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ള കുറേ സാഹിത്യ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്നവർ. അപ്പോൾ ഇത് രണ്ടും ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു മനുഷ്യനും ആശ്രമത്തിലോ അമ്പലത്തിലോ ഒക്കെ പോകുന്ന എപ്പോഴാണ് വ്യക്തി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ എനിക്ക് ചില പ്രതിസന്ധികൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളൂ. തൽക്കാലം ഞാനിപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് നെറ്റൊന്നുമില്ല, അങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല, ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്നു, അങ്ങനെ ഉള്ള ആപ്പുകളൊന്നുമില്ല. ഞാൻ സായിബാബയെ കാണാൻ പോകുന്നത്, ഞാൻ നേരെ എൻ്റെ വീട്ടിൽ നിന്നും കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്നും ഒരു KSRTC ബസ്, എനിക്ക് തോന്നുന്നു ആ ബസ് അന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ഏതാണ്ട് 2:30-ക്കോ 3 മണിക്കോ എന്തോ ആണ്. അങ്ങനെ ആ ബസ്സിൽ കയറിയാണ് ഞാൻ ബാംഗ്ലൂർ കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ ബസ് സ്റ്റാൻഡിലെത്തുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ഞാൻ നേരെ അവിടുന്ന് ഒരു ബസ് കയറി പുട്ടപർത്തിക്ക് പോകാനാണ് അവിടെ എത്തിയത്. ഈ അദ്ദേഹത്തെ പോകേണ്ട റൂട്ടൊക്കെ അതിന് ഉള്ളിൽ ഞാൻ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരു സമയമാണ്, 21 വയസ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ശരി, ഞാൻ കർണാടക കെമ്പേഗൗഡ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ എൻക്വയറിയിൽ ചോദിച്ച് ഈ പുട്ടപർത്തിയിലേക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നു. ആ സ്ഥലത്തേക്ക് ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബസ്സിലെ ഡ്രൈവർ എന്നെ കൈകൊട്ടി വിളിച്ചു. ഒരുപക്ഷെ ഞാൻ ഈ പുട്ടപർത്തിയിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്ത്, പുട്ടപർത്തി ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാകാം അദ്ദേഹം എന്നെ വിളിച്ചത്. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം കന്നഡയിൽ സംസാരിച്ചു. എനിക്ക് കന്നഡ മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹിന്ദിയിൽ സംസാരിച്ചു. അങ്ങനെ ഹിന്ദി എനിക്ക് അത്യാവശ്യം അന്നേ കുറച്ചൊക്കെ അറിയാം. അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാബയെ കാണാനാണെങ്കിൽ നിങ്ങൾ പുട്ടപർത്തിക്ക് പോകണ്ട, ബാബ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും കുറച്ച് ദൂരം, എനിക്ക് തോന്നുന്നൊരു 25 കിലോമീറ്ററൊക്കെ കാണുമായിരിക്കാം, ഉള്ള വൈറ്റ് ഫീൽഡ് എന്ന സ്ഥലത്ത് ബാബയുടെ ആശ്രമത്തിൽ ബാബ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അങ്ങോട്ട് പോകാനുള്ള ബസ് മറ്റൊരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു അവിടെ പാർക്ക് ചെയ്തിരിക്കും, അവിടെ പോയിട്ട് ആ ബസ്സിൽ കയറി പോവുക എന്ന് വഴി പറഞ്ഞു വന്ന് വിട്ടു. ഞാനങ്ങനെ ആ ബസ്സിൽ കയറി വൈറ്റ് ഫീൽഡിലെത്തി. വൈറ്റ് ഫീൽഡിൽ എത്തിയപ്പോൾ അടുത്ത ദിവസം മാത്രമേ അദ്ദേഹത്തിന് ദർശനം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അതിനടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിൽ ഞാൻ ഒരു റൂം വാടകയ്ക്ക് എടുക്കുകയും അന്നത്തെ ദിവസം രാത്രി അവിടെ കഴിഞ്ഞു. അങ്ങനെ വെളുപ്പിനെ അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയുമൊക്കെ കഴിഞ്ഞ് നേരെ ബാബയെ കാണാനായിട്ട് ഈ വൈറ്റ് ഫീൽഡ് ആശ്രമത്തിലെത്തി. അവിടെ അദ്ദേഹം പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഓഡിറ്റോറിയമുണ്ട്, വലിയ ഓഡിറ്റോറിയമാണ്. അവിടെ 100 കണക്കിന് ആൾക്കാർ ബാബയെ കാണാനായിട്ട് അവിടെ കാത്തിരിപ്പുണ്ട്.
എല്ലാ ആൾക്കാരെയും 4-5 പേരുള്ള ഗ്രൂപ്പുകളായിട്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവിടെ വോളണ്ടിയർമാർ വന്ന് എല്ലാവരെയും അറേഞ്ച് ചെയ്തിരുത്തി. അതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം, ഞാൻ അവിടെ ചെല്ലുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് സത്യസായി ബാബയ്ക്ക് നേരെ ഒരു ആക്രമണം നടന്നത്. ആക്രമണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ പോലെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. അക്കൂട്ടത്തിൽ മലയാളികളും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മാധ്യമങ്ങളിൽ കൂടെ വായിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്നതുകൊണ്ടാവാം മെറ്റൽ ഡിറ്റക്ടർ വഴി പൂർണ്ണ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ആൾക്കാരെയും അന്ന് ഓഡിറ്റോറിയത്തിലോട്ട് കടത്തിവിട്ടിരുന്നത്. അവിടെ ഞാൻ ഇരിക്കുമ്പോഴും ഞാനിങ്ങനെ പല ചിന്തകളിലാണ്. ഇദ്ദേഹം ഒരു മാജിക്കുകാരനാണോ, അതോ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ദിവ്യ പുരുഷനാണോ? നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഈ സംശയം. യഥാർത്ഥത്തിൽ ആ കുട്ടി ബാബയ്ക്കെതിരെ ആക്രമണം നടത്തിയവർക്കും ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങൾ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഈ ആക്രമണം നടത്തിയവർ പിന്നീട് പോലീസ് വെടിവെപ്പിൽ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. അവരുടെ മാതാപിതാക്കളൊക്കെ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചതായിട്ട് പത്രവാർത്തകളൊക്കെ വന്നിരുന്നു ആ സമയത്ത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. എന്തായാലും ശരി, ഞാൻ അവിടെ അങ്ങനെ ബാബയെ കാത്തിരുന്നു. അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഭക്തിയുടെ ഒരു വലിയ അന്തരീക്ഷമാണ്. പിന്നെ അതിനനുസരിച്ചുള്ള ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവിടെ വലിയ ഭജനകൾ നടക്കുന്നു. ആ ഭജനകൾ പിന്നെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ സ്റ്റേജിന് പുറകിൽ നിന്നും ബാബ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം സ്റ്റേജിലിരുന്ന് കുറേ സമയം ഭജനകളൊക്കെ ആസ്വദിക്കുന്നു. ഇപ്പോഴും എനിക്കത് കൺമുമ്പിൽ കാണുന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ആരതിയോ എന്തോ നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പതുക്കെ ഭക്തന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ അതിനു മുമ്പ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സത്യസായി ബാബ അജാനബാഹുവായൊരു മനുഷ്യനായിരിക്കും എന്നാണ്. പക്ഷേ ഇറങ്ങി അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് വന്നപ്പോൾ വളരെ കൃശഗാത്രനായ, കഷ്ടിച്ച ഒരു 5.25 അടി പൊക്കം വരുന്ന ഒരു ലോഹ ധരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹം ഓരോ കൂട്ടത്തിനടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കൈ ഇങ്ങനെ തെറുത്ത് കയറ്റും മുകളിലോട്ട്. ഒരുപക്ഷെ കൈക്ക് പുറകിലൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് കാണിക്കാനാവാം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങനെ ഒരു പിടി മിഠായി എടുക്കും. ആ മിഠായി അവിടെ കൂടിയിരിക്കുന്നവർക്ക് വിതരണം ചെയ്യും. അപ്പോൾ അതിലെ ഒരത്ഭുതം, 5 പേരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ കറക്റ്റ് 5 മിഠായി വരും. 4 പേരിരിക്കുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ 4 മിഠായി വരുത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ പരാതികളൊക്കെ എഴുതി കവറിലാക്കി ബാബയ്ക്ക് സമർപ്പിക്കുന്നു. അത് അദ്ദേഹം വാങ്ങി കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിന്നെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു സംഘത്തിൻ്റെ കയ്യിലേക്ക് കൈമാറുന്നു. ചിലർ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ചിലർ അദ്ദേഹത്തിൻ്റെ ലോഹയിലെങ്കിലും സ്പർശിച്ച് തൊഴുത് ആത്മസംതൃപ്തി വരുത്തുന്നുണ്ട്. ഭക്തി ആണ് യഥാർത്ഥത്തിൽ, ചെല്ലുന്നവൻ്റെ ഭക്തിയാണ് വലുത്. ശരിക്കും അത് രജനീഷ് ഒരിക്കൽ പറഞ്ഞു, ഗുരുവല്ല പ്രധാനം, ഭക്തൻ്റെ ഭക്തിയാണ് പ്രധാനം. അങ്ങനെ ഭക്തിയോടിരിക്കുന്ന ഭക്തന് എല്ലാം സാധിക്കും. അത് ഗുരുവിൻ്റെ ശക്തിയൊന്നുമല്ല, അത് ഭക്തൻ്റെ ഭക്തിയുടെ ശക്തിയാണ്. ഇതാണ് ആചാര്യ രജനീഷ് ഓഷോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, അവിടെ പിന്നെ എനിക്കും ഒരു മിഠായി കിട്ടി. മിഠായി കഴിക്കണോ വേണ്ടോ? പലരും അപ്പോൾ തന്നെ പിന്നെ മിഠായി കഴിച്ചു. ഞാനിങ്ങനെ സംശയിച്ചു, ഇതിന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാണോ? ഞാൻ ഈ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള നേരത്തെ ഒരു പരമ്പരയോട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കാരണം അവിശ്വാസം ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇനി ഇതിൽ വല്ല പിന്നെ എന്തെങ്കിലും മയക്കുമരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ മനസ്സിൽ കയറി വരും. എന്തായാലും ശരി, ഞാൻ മിഠായി പോക്കറ്റിലിട്ടു. ഞാൻ തിരികെ അവിടെയൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു. ബാബയുടെ സന്ദർശനം കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചു പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. വൈകിട്ടോടുകൂടി ഞാൻ അവിടുന്ന് തിരികെ ബസ് സ്റ്റാൻഡിലെത്തി ഞാൻ തിരികെ വന്നു. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ മഹാത്ഭുതങ്ങളൊന്നും അന്ന് സംഭവിച്ചില്ല. പതിവ് പോലെ ജീവിതം മുന്നോട്ട് പോയി. വീണ്ടും
പ്രതിസന്ധികളും ദുഃഖങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാധാരണ ജീവിതം തന്നെ മുന്നോട്ട് പോയി. തിരികെ എത്തിയപ്പോൾ മാത്രമാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്. ഈ അവിടെ എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ വിശദീകരിക്കാനാവാത്തത്, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ പാർക്ക് ചെയ്തൊരു ബസ്സിലെ ഡ്രൈവർ എന്നെ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്രയോ ആൾക്കാർ ബാഗുമായിട്ട് നടക്കുന്നു. അവരെ ആരെയും വിളിക്കാതെ എന്നെ മാത്രം ഒരു ഡ്രൈവർ വിളിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ ഞാൻ പുട്ടപർത്തിയിലേക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കുന്നത് കണ്ടിട്ടാവാം. ഒരുപക്ഷെ ഈ പാർക്ക് ചെയ്ത ബസ്സിലിരുന്നു കൊണ്ട് ഈ വ്യക്തി ഡ്രൈവർ ഞാൻ എൻക്വയറി കൗണ്ടറിൽ സംസാരിക്കുന്നത് കണ്ടിരിക്കാം. അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ തികച്ചും യാദൃച്ഛികമാവാം. ഇനി അതുമല്ലെങ്കിൽ ബാബ തന്നെ എന്നെ ഒരുപക്ഷെ ഡ്രൈവറിലൂടെ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചതുമാകാം. അങ്ങനെയും ആയിക്കൂടുന്നില്ല. ഞാനിതിലൊരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയ്ക്കുള്ള നേർത്ത വരമ്പിലൂടെ നടന്നു പോകുന്ന ആളാണ്. എനിക്കിതുവരെയും അതിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസിയല്ല, അവിശ്വാസിയുമല്ല. എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാർ ആരും അങ്ങനെ തന്നെയാണ്. പലരും വിശ്വാസിയാണെന്ന് പറയുന്ന പലർക്കും യഥാർത്ഥത്തിൽ വിശ്വാസമൊന്നുമില്ല. ഒരു ചെറിയ തിരിച്ചടി നേരിട്ടാലും അവർ വിശ്വസിക്കുന്ന ഗുരുവിലോ ദൈവത്തിനെയോ ഒക്കെ തള്ളിപ്പറയവർ. ഇനി മറ്റു ചിലരാവട്ടെ, ഇനി അതൊന്നുമല്ല, അന്ധമായ ഒരു വിശ്വാസമാണ്. ഞാൻ ഈ രണ്ടിനോട് യോജിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഭക്തനൊന്നുമായില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷേ ആ സംഭവം എനിക്ക് തോന്നുന്നു, ആ യാത്രയും അന്നത്തെ അവിടുത്തെ താമസവും അദ്ദേഹത്തിനെ കണ്ടതും ഇതെല്ലാം കൂടെ ഒരുപക്ഷെ എനിക്കൊരു പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പിന്നീടുള്ള കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചില പ്രതിസന്ധികൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രതിസന്ധികൾ പതുക്കെ മാറി, ഒറ്റയടിക്കൊന്നും മാറിയിട്ടൊന്നുമില്ല. അത് ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് മാറിയത്. അധ്വാനിക്കാതൊന്നും മാറില്ല. ഒരു അത്ഭുതങ്ങളും ആകാശത്തിൽ നിന്ന് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ഒരു ചാക്ക് നിറയെ സ്വർണം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് വീഴില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാതിരുന്നാലും പ്രാർത്ഥിക്കാതിരുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് പുറത്ത് കടക്കുകയുമില്ല. മനസ്സിന് വേണ്ടത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം പകരുന്ന എന്ത് പ്രവൃത്തിയായാലും ശരി, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ബാബയെ ഞാൻ കണ്ട ഒരു അനുഭവം. ഇതിൽ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, അതും നിങ്ങൾ കേൾക്കണം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും അവിടെ മറ്റ് ചില ആശ്രമങ്ങൾ അപേക്ഷിച്ച് ചെല്ലുന്നവരെ ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഈ ദാനധർമ്മങ്ങൾ, ചാരിറ്റി എന്നൊക്കെ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സത്യസായി ബാബ ഹോസ്പിറ്റൽ പുട്ടപർത്തിയിൽ, അവിടെ എന്നോട് കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ ഒരിക്കൽ പറഞ്ഞു, ചാരിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതെൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടത്തുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് പുട്ടപർത്തിയിലെ സത്യസായി ബാബ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ ക്യാഷ് കൗണ്ടർ ഇല്ല. ഇതാണ് എന്നോട് പറഞ്ഞ ആൾ. കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ MP ആണ്, AICC ജനറൽ സെക്രട്ടറി. അദ്ദേഹം വലിയ വിശ്വാസിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാബയുടെ. എന്തോ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും അദ്ദേഹം ഈ ഒരു പ്രത്യേകത എന്നോട് സൂചിപ്പിച്ചു. കാരണം അദ്ദേഹം പല ചാരിറ്റി ഹോമുകളിലും ഹോസ്പിറ്റലുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണം പിടുങ്ങുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ പുട്ടപർത്തിയിലെ ആശുപത്രിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇനി ബാബയെ എതിർത്ത് പറഞ്ഞ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന കാലം പ്രശസ്ത മാന്ത്രികനായ PC സർക്കാർ ജൂനിയറിൻ്റെ മകൻ അവിടെ എത്തിയിരുന്നു. അതോ ജൂനിയർ തന്നെ, PC സർക്കാർ ജൂനിയർ അവിടെ എത്തിയിരുന്നു. ഒരു മാന്ത്രിക പ്രദർശനം നടത്താൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്തായ മറ്റൊരു പത്രപ്രവർത്തകനാണ് പോയത്. പോയിട്ട് തിരികെ വന്നിട്ട് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. PC സർക്കാരുമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹം സത്യസായി ബാബയെ കണ്ട കഥ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് PC സർക്കാർ പറഞ്ഞത്? അപ്പോൾ PC സർക്കാർ പറയുന്നത്, അദ്ദേഹം ബാബയെ കാണാൻ പോയത്, അദ്ദേഹമല്ല പോയത്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പോയത് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ട അനുസരിച്ചാണ്.
ഇന്ദിരാഗാന്ധിയുമായിട്ട് വലിയ ബന്ധമായിരുന്നു പി സി സർക്കാരിനും അദ്ദേഹത്തിൻ്റെ മകൻ പി സി സർക്കാർ ജൂനിയറിനും. ഇന്ദിരാഗാന്ധി ഒരിക്കൽ പി സി സർക്കാർ ജൂനിയറോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് സത്യസായി ബാബ ആശ്രമത്തിൽ പോയിട്ട്, നിങ്ങൾ വലിയ മജീഷ്യനാണ്, ബാബ വെറും ഒരു മജീഷ്യനാണോ അതോ അദ്ദേഹം ഒരു ദിവ്യപുരുഷനാണോ എന്നുള്ളത് നിങ്ങൾ അവിടെ പോയിട്ട് കണ്ടിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരിക എന്ന് പറയും. അങ്ങനെ പി സി സർക്കാർ ജൂനിയർ അവിടെ ചെല്ലും. അദ്ദേഹം തൻ്റെ പേര് മറച്ചു വെച്ച് മറ്റൊരു പേരിലാണ് അകത്ത് കയറുന്നത്. അദ്ദേഹത്തിന് അന്നത്തെ കാലത്തൊക്കെ ബാബയെ നേരിട്ട് ദർശനം 70കളുടെ പകുതിയിൽ എന്തോ ആണ്, 75 എന്തോ ആണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം നേരിട്ട് ബാബയെ അകത്ത് കയറി കാണുന്നു. അപ്പോൾ നേരിട്ട് അകത്ത് കയറി കാണുമ്പോൾ ബാബ അദ്ദേഹത്തിന് ഒരു ലഡു കൊടുത്തു. അത് ആകാശത്തു നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പി സി സർക്കാരും ഒട്ടും പിന്നിലായില്ല. അദ്ദേഹം ആകാശത്തു നിന്നും ബംഗാളി മധുരപലഹാരമായൊരു സന്ദേശം എടുത്ത് ബാബയ്ക്ക് കൊടുത്തു. അപ്പോൾ ബാബ ഒരു ജിലേബി എടുത്തു കൊടുത്തു, ഇദ്ദേഹം ഒരു മൈസൂർ പാക്ക് എടുത്തു കൊടുത്തു. കുറച്ചു നേരം ഈ എക്സ്ചേഞ്ച് തുടർന്നു. അപ്പോൾ ബാബ ക്രോധാകുലനായി. നിങ്ങളെന്നെ പരീക്ഷിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പി സി സർക്കാർ പറഞ്ഞു, അതെ, ഞാൻ അങ്ങേ പരീക്ഷിക്കാൻ വന്നതാണ്, എങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പി സി സർക്കാർ ബാബയോട് മറുപടി പറഞ്ഞായിട്ട്, പി സി സർക്കാരാണ് പറയുന്നത്, എനിക്കറിഞ്ഞൂടാ ഇത് എത്രമാത്രം സത്യമുണ്ട്. പി സി സർക്കാർ പറഞ്ഞു, താങ്കൾ സെക്യൂരിറ്റിയെ വിളിച്ചാൽ സെക്യൂരിറ്റി ഇവിടെ എത്തുമ്പോൾ സെക്യൂരിറ്റിക്ക് തോന്നും ഞാൻ, അതായത് പി സി സർക്കാർ ജൂനിയർ സത്യസായി ബാബയാണെന്നും സത്യസായി ബാബ എന്ന വ്യക്തി ഏതോ ഒരു അപരിചിതനാണെന്നും തോന്നും. കാരണം അങ്ങനെ ഹൈപ്നോട്ടൈസ് ചെയ്ത് അവരുടെ മനസ്സിനെ അങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റി അവരിൽ ഒരു തോന്നൽ ഉളവാക്കിക്കൊണ്ട് ഞാൻ അങ്ങേ പുറത്താക്കിക്കും, അത് വേണോ എന്ന് ചോദിച്ചു. പി സി സർക്കാർ ജൂനിയർ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ബാബ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം പി സി സർക്കാരിനെ പോകാൻ അനുവദിച്ചു എന്നാണ്. പിന്നീട് പി സി സർക്കാർ ജൂനിയർ ഇന്ദിരാഗാന്ധിക്ക് പോയി റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ പി സി സർക്കാർ ജൂനിയർ അദ്ദേഹം വെറുമൊരു മാന്ത്രികനാണ് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. മാത്രവുമല്ല ഒരു ഉന്നത സ്കില്ലുകളുള്ള ആളല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ബാബയെ കാണാൻ വന്ന എത്രയോ വലിയ ആൾക്കാർ, അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സയൻറ്റിഫിക് അഡ്വൈസറായിരുന്ന ഡോക്ടർ എസ് ഭഗവന്തം ബാബയുടെ ഒരു അടുത്ത ശിഷ്യനായിരുന്നു. ആ ഡോക്ടർ ഭഗവന്തം ബാബയെക്കുറിച്ച് വലിയ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് ദിവസം ബാബയോടൊപ്പം താമസിച്ച് ചില സ്ഥലങ്ങളിൽ പോയിട്ട് ബാബ അദ്ദേഹത്തോട് കുഴിക്കാൻ, ബാബ പറയുന്ന സ്ഥലത്തല്ല, ഭഗവന്തം പറഞ്ഞ സ്ഥലത്ത് തന്നെ പോയിട്ട് കുഴിച്ചിട്ട് അവിടുന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം എടുത്ത കഥയൊക്കെ ഡോക്ടർ ഭഗവന്തം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഈ ഭഗവന്തത്തിൻ്റെ ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഹവാർഡ് മർഫറ്റിൻ്റെ സത്യസായി ബാബ ദ മാൻ ഓഫ് മിറക്കിൾസ് എന്ന പുസ്തകത്തിലും ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഞാൻ എൻ്റേതായിട്ട് ഇവിടെ പറയുന്നില്ല. ഓരോ വ്യക്തിക്കും ദിവ്യാത്മാക്കളെയും അതുപോലെയുള്ള വ്യക്തികളെയും നേരിട്ട് കണ്ട് തങ്ങളുടെ അനുഭവത്തിലൂടെയാണ് അവർ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്, മറ്റൊരാളുടെ അനുഭവത്തിലൂടെ അല്ല. ഒരുപക്ഷെ ഒരാൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ഇപ്പോൾ ഡോക്ടർമാരെ കാണുമ്പോൾ ചില ഡോക്ടർമാരുടെ കണ്ടു കഴിഞ്ഞാൽ വലിയ ആശ്വാസമുണ്ടാവും. മറ്റു ചിലർക്ക് അവരിൽ നിന്നും ആ ഒരു ചികിത്സ കിട്ടിയാൽ ഗുണമില്ല എന്ന് തോന്നാം. എന്തായാലും ശരി, ഈ 20ാം നൂറ്റാണ്ടിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒരാളായിരുന്നു സത്യസായി ബാബ. ലോകമെമ്പാടു നിന്നും അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടായി. നമ്മുടെ ഈ അടുത്ത സമയത്ത് പുറത്താക്കപ്പെട്ട വെനിസ്വേലൻ പ്രസിഡൻറ്റ് നിക്കോളസ് മദുറോയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് ഈ അടുത്ത സമയത്താണ് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. എന്തായാലും ശരി, ലോകത്തെ മുഴുവൻ ആകർഷിക്കാൻ കഴിഞ്ഞൊരു മഹാവ്യക്തിത്വമായിരുന്നു ബാബ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതാണ് എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ. കൂടുതൽ ഇത്തരം അനുഭവങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.